ദോശമാവിന് പൊട്ടിച്ചാൽ ചില സമയങ്ങളിൽ തീരെ പൊന്താറില്ല കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ആ ദോശ ഉണ്ടാക്കുന്ന മൂഡ് അങ്ങോട്ട് പോകില്ലേ. അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു ട്രിക്കാട്ടത്. ഇതാണിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് നോക്കൽ. ഒട്ടും തന്നെ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. അരിയും ചോറും ഉഴുന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അരച്ചുണ്ടാക്കൽ. അപ്പോൾ അത് അരച്ചുകാണ്ട് നമ്മളെന്താ കാട്ടില്ലാരോ, ഒരു പാത്രത്തിൽ നല്ലോണം വെള്ളം ചൂടാക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ദോശമാവ് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ദോശമാവും വെള്ളം തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശമാവ് നല്ലോണം പൊന്തിപ്പോൾ കണ്ട് നല്ലോണം പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ വെച്ച ദോശയാണ് കേട്ടോ ഉമ്മാക്ക് ഇവിടെ ഇഷ്ടം. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊന്നും വെച്ചുണ്ടാക്കിയാൽ ഉമ്മ പറയും അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് പോവും. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ദോശയ്ക്ക് ഇമ്മാക്ക് ചട്നിയാണ് കേട്ടോ ഇഷ്ടമുള്ളത്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയിരിക്കണ എനിക്ക് ചട്നിയിലേറെ ഇഷ്ടം സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാടിച്ചേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ദോശയ്ക്ക് ചട്നിയാണോ സാമ്പാറാണോ ഇഷ്ടം വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.